വേദിയിൽ റോഡ് ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്ക് ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 11 വർഷം കഴിഞ്ഞിട്ടും. ഒന്നാം ഘട്ടം 2019 പൂർത്തിയാകുമ്പോൾ റെയിൽ ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരുന്ന റെയിൽ ഔട്ട്റീച്ച് 11 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ പൂർത്തിയാക്കിയില്ല. ഈ പദ്ധതിയുടെ ആരംഭ ദിശയിൽ തന്നെ ഒരു മത്സ്യബന്ധന തുറമുഖവും ഒരു മത്സ്യ സംസ്കരണ പാർക്കും ഉണ്ടായിരുന്നു. അത് ഈ പ്രദേശത്ത് എവിക്ട് ചെയ്യപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു ഈ 2 പദ്ധതി. അത് നമുക്ക് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതോടൊപ്പം 5ാമത്തെ ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒബ്ലിഗേഷൻ ഒരു ഔട്ടർ റിംഗ് റോഡായിരുന്നു. ആ ഔട്ടർ റിംഗ് റോഡ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. 6ാമതായി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരാശയം ഗ്രോത്ത് കോറിഡോറായിരുന്നു. കൂടുതൽ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വികസനം നമ്മൾ വ്യാപിപ്പിക്കണം. ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലാക്കി മാറ്റി അത് ദക്ഷിണ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ വികസനത്തിനാക്കി അതിനെ മാറ്റണം. 2014 മുമ്പ് 90% സ്ഥലവും നമ്മൾ അക്വയർ ചെയ്തിരുന്നെങ്കിലും പിന്നീട് ആവശ്യമായ സ്ഥലം അക്വയർ ചെയ്യുന്നത് വളരെ മന്ദഗതിയിലായി. എവിടെയാണ് നമുക്ക് കുറവ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൂടി നമ്മൾ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ 3-4 വർഷത്തിനകം നമ്മൾ ആഗ്രഹിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ മാരിടൈം ഹിസ്റ്ററിയിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും മുൻപന്തിയിലെത്തിയിട്ടുള്ളത് ആ മാരിടൈം ഫീൽഡിൽ അവരുണ്ടാക്കിയ വിജയമാണ് ഓരോ രാജ്യത്തിൻ്റെയും വികസന ചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെയും വികസനത്തിന് ഏറ്റവും വലിയ മാറ്റമുണ്ടാകാൻ ഈ വിഴിഞ്ഞം തുറമുഖത്തെ നമുക്ക് മാറ്റിയെടുക്കണം എന്ന വിനയപൂർവമായ അഭ്യർത്ഥന അതിനെല്ലാവരും പൂർണ്ണമായി ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന അഭ്യർത്ഥന മാത്രം വെച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങിന് ഹൃദയപൂർവ്വം ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.